ചായ ആസ്വദിച്ച് കുടിക്കുമ്പോഴും വയനാട്ടിലെ തേയിലത്തോട്ടങ്ങൾ കാണുമ്പോഴൊന്നും ഇങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ ഒരു യാത്രയിലേക്കാണ് ഞങ്ങളീ പോകുന്നത് കേട്ടോ. ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്നും അറിയണമല്ലോ. ഇത് വയനാട്ടിലാണുള്ളത്. അപ്പോൾ വയനാട്ടിലെ തേയില ഫാക്ടറിയിലേക്കാണ് നമ്മൾ ഈ പോക്ക്. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുന്ന മോഹൻലാൽ ഒരു പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷേ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടുതലാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത്രയ്ക്കും തണുപ്പായിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫാക്ടറീൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തോട്ടത്തിൽ നിന്ന് ഉള്ളിക്കൊണ്ടുവന്ന തേയില ഇവിടെയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ട്രെയിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന രീതിയിൽ വെച്ച് പോകുന്നുണ്ട്. ഗൂഗി യന്ത്രത്തിൽ ചെന്നു ചേരുന്നു. ഈ യന്ത്രം വളരെ സാവധാനത്തിൽ ചുഴറ്റിക്കൊണ്ടിരിക്കും. ഗൂഗിയിൽ തേയില വീണ ഉടനെ യന്ത്രം ചുഴറ്റുവാൻ ആരംഭിക്കുന്നു. ഇങ്ങനെ ചുഴറ്റി വെളിയിൽ വരുന്ന തേയിലകൾക്ക് മുഴുവനും മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം കനമുള്ളതായി കാണപ്പെടുന്നു. ഗൂഗിയിൽ നിന്നും പുറത്തു വരുന്ന തേയിലപ്പൊടി വളരെ മുഖ്യമായി പാകപ്പെടുത്തുന്ന ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തൊട്ടികളിൽ ശേഖരിച്ച് 1.5 മണിക്കൂർ സമയം വയ്ക്കുന്നു. ഇപ്പോൾ തേയിലയ്ക്ക് പല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതുവരെ പച്ച നിറമായിരുന്ന നല്ല വാക്കുണ്ടായിരുന്നു. ഈ 2 മാറ്റങ്ങൾ ചായപ്പൊടി ആയതിനു ശേഷം ഈ ഒരു ഭാഗത്തു നിന്നാട്ടോ പാക്കറ്റായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഓരോ പാക്കറ്റുകളും അടുക്കി പെറുക്കി നമ്മൾ വലിയ വലിയ ചാക്കിലും പെട്ടിയിലും ആക്കിയിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇവരെ കണ്ടെയ്നറിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓരോ സ്ഥലത്തേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് നിറയെ ഇവർ പാക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ ചായപ്പൊടീൻ്റെ നല്ലൊരു വാസനയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അവർ ചായ കൊടുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ ചായ കുടിച്ച് കഴിയാനായി. അപ്പോൾ വേഗം ഇറങ്ങി നമുക്ക് ചായയൊക്കെ വാങ്ങിയിട്ട് ഒന്ന് കുടിച്ച് നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയണമല്ലോ. അപ്പം എനിക്കും കിട്ടി ഒരു ഗ്ലാസ് ചായ. മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടോ അവർ ചായ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ചായേൻ്റെ ടേസ്റ്റ് അല്ല, പായസത്തിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഫാക്ടറിയുടെ പുറത്തേക്ക് കടന്നപ്പം നിറയെ ഫ്ലേവേഴ്സിലുള്ള ടീ പൗഡർ കണ്ടു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. ലെമൺ ടീ, ജിഞ്ചർ ടീ, മസാല ടീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ജിഞ്ചർ ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു, മസാല ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ടാഗൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ കയ്യിൽ. അതൊക്കെ കെട്ടിയിട്ടാണ് കയറാൻ പറ്റുക. ടീ ഫാക്ടറീൻ്റെ അടുത്ത് നിന്ന് നേരെ ഞങ്ങൾ പോയത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കേട്ടോ. ഈ ടീ ഫാക്ടറീൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറി ഉള്ളത്. ചോക്ലേറ്റ് ഫാക്ടറി എന്ന് കണ്ടപ്പോൾ മക്കളും വലിയവരും ഒക്കെ ഉഷാറായിട്ടോ. അങ്ങനെ കയറുമ്പോൾ തന്നെ മിഠായിയൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചും കൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പലതരം മിഠായികൾ ഉണ്ടായിരുന്നു അവിടെ, ചോക്ലേറ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് വാങ്ങേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. പക്ഷെ നല്ല വില ഉണ്ട് കേട്ടോ. അങ്ങനെ പോയതല്ലേ വെച്ചിട്ട് 1-2 സാധനങ്ങൾ കുറച്ചൊക്കെ മേടിച്ചു. അല്ലാതെ കുറേയൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല, അത്രയും വിലയാണ്. ഒറിജിനൽ പിന്നെ കൊക്കോ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ മിഠായി നുണഞ്ഞ് അതൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഏതായാലും നല്ലൊരു രസമുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയൊക്കെ കണ്ട് കഴിഞ്ഞപ്പം എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ പുറത്തേക്ക് കിടക്കുക കേട്ടോ. പുറത്തേക്ക് കടന്നു കഴിഞ്ഞപ്പം അവിടെ തണുപ്പിന് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വാങ്ങാൻ നിന്നില്ല, എല്ലാത്തിനും നല്ല റേറ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.